പക്ഷേ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വന്നുള്ളത്. ഇവിടെ തൃശ്ശൂർക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു വ്ളോഗും ചെയ്യണം. അപ്പോൾ ഞാൻ ചേട്ടനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. Walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for regrets. I've been flying from town to town, from London to Taiwan. I've been all around the globe, trying to protect your soul. നേരെ ചേട്ടന് ആളാക്കിയിട്ടുണ്ടെങ്കിൽ നേരെ നമ്മള് വീട്ടിലേക്ക് പോവാണ്. അതിനുള്ളിൽ കുറച്ച് പൂക്കൾ വാങ്ങണം വീട്ടിലേക്ക്. അമ്പലത്തേക്കായിട്ട് പൂ വാങ്ങിക്കാണ്ട്. അപ്പൊ ആ പൂവെന്ന് വാങ്ങിച്ചിട്ട് ചേട്ടന്റെ വീട്ടിൽ നിന്ന് കയറണം. അപ്പൊ നമ്മുടെ തൃശ്ശൂരിലെ പൂക്കടലേക്ക് എത്തിയേക്കാണ്. നമ്മൾ അത്തം പ്രദേശത്തേക്കാണല്ലോ കേട്ടോ. അത് നമ്മൾ അത്തം പ്രദേശത്താ. തുളസി ഉണ്ടാ തെച്ചി 20 റുപ്യ തെച്ചു വരുമോ? അരളി ഉണ്ടാ 20 റുപ്യക്കാർ അരളി കേട്ടോ. അപ്പൊ നമുക്ക് പൂ കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇനി നേരെ ചേട്ടന്റെ വീട്ടിൽ ഒന്ന് പോകണം. എന്നിട്ട് അങ്ങനെ കയറിയിട്ടാണ് വീട്ടിൽ പോകുള്ളൂ കേട്ടോ. കാലത്ത് നേരം വിളിക്കുമ്പോൾ ചേട്ടനാക്കാൻ വേണ്ടിട്ട് തൃശ്ശൂർ വന്നതാണ്. ഇപ്പൊ നേരെ പോവാം. പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിലേക്ക് വന്നിട്ടുണ്ട്. ലയൻസിലേക്കാണ്. അപ്പൊ പെട്രോളേക്ക് പുറത്തുള്ള 100 രൂപയ്ക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്നത് എത്രത്തോളമായിരുന്നു. ഏകദേശം നമ്മൾ ചേട്ടന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ചേട്ടന്റെ വീട്. അതിന് മുന്നേ നമ്മൾ ഈ ചെറിയൊരു പുഴ കിടക്കണം. ചെറിയൊരു കരയാണ്. കര പിടിച്ച് നടക്കട്ടെ. ഏകദേശം അവിടെ എത്തിക്കഴിഞ്ഞാൽ വേറൊരാളെ കാണാട്ടെ. അവിടെ മെക്കെട്ട് കയറിയിട്ട് നിൽക്കും എന്തായാലും. ഇന്നിപ്പോ ചേട്ടൻ പോയിണ്ടാവും. തനും ഉണ്ടാവും കേട്ടോ അവിടെ. ഗൈസ് ചേട്ടൻ പോയിട്ടില്ല. വണ്ടി എടുക്കുന്നുണ്ട്. ഒരാൾ നിൽക്കുന്നേക്കാണ്. അവൻ്റെ മെക്കെട്ട് കയറാനുള്ള പരിപാടി കേട്ടാ. ഗൈസ് ചേട്ടൻ പോയില്ല. വണ്ടി ഇരിക്കുന്നുണ്ട്. തനു ബ്രോ ഇതാ കിട്ടണം അവിടെ. നല്ല വിഷമം. ഗൈസ് നോക്കി ഒരാൾ കണ്ട. അപ്പൊ എന്റെ മെക്കെട്ട് കയറുന്ന പരിപാടിയാണ്. ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുപ്പം മുതൽ ഞാൻ പഠിപ്പിച്ച പഠിപ്പാണ്. അതുകൊണ്ട് തുറന്നു കഴിഞ്ഞാൽ പണിയാണ്. വേണ്ട ഷോ അയ്യോ കണ്ട 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 ഇന്ന് പരീക്ഷ ഉണ്ടോ? നല്ല വിശപ്പ് തിന്നാണ്ടോന്ന് അറിയില്ല. ചോദിച്ചോക്കാം. ചേട്ടനാ എന്നായിക്കാ അല്ലേക്കാ പോറാണല്ലേ. അയ്യോ എന്തിട്ടാണ് കഴിക്കണ്. നിന്റെ പരിപാടി കഴിഞ്ഞൂട്ടാ. നിൽക്കണോക്കി ഞാൻ അങ്ങോട്ട് കൂടെ ഓടി നടക്കും. ഇനിയിപ്പൊ എന്നെ കണ്ട ഒരു വിലയില്ലാത്ത പോലെ നടക്കണം. പച്ചർച്ചി എന്ത് സംഭവം നോട്ടെ നോക്കിയേ. പച്ചർച്ചി സോങ്. പച്ചർച്ചിയിൽ മണ്ണ് പെട്ടാൽ തുന്നെ കൂട്ടാൻ പറ്റൂല. ഇത് വേറെ പാട്ടല്ലേ? പാടിയേ കേക്കട്ടെ. പാട് നോട്ടെ കേക്കട്ടെ. പച്ചറച്ചി മണ്ണ് പെട്ടാ തുന്നെ കൂട്ടാൻ പറ്റൂല. കൊച്ചി കാലി കയറ്റിയാൽ നിന്നെ തൊപ്പിയ പോലും കിട്ടൂല. മഷിട്ട് നോക്കിയാൽ പോലും കുറുക്കന്മാർക്ക് കിട്ടൂല. മുതൽ നിന്നെ കുളത്തിൽ നിനക്ക് പരലെ പിടിക്കാൻ പറ്റൂല. പച്ചറച്ചി മണ്ണ് പെട്ടാൽ തുന്നെ കൂട്ടാൻ പറ്റൂല. കൊച്ചി കാലി കയറ്റിയാൽ നിന്നെ തപ്പിയ പോലും കിട്ടൂല. മഷിട്ട് നോക്കിയാൽ പോലും കുറുക്കന്മാരെ കിട്ടൂല. മുതൽ നിന്നെ കുളത്തിൽ നിനക്ക് പരലെ പിടിക്കാൻ പറ്റൂല. സീറ്റിലിരുന്നു. പിന്നെ എന്താ വേണമെന്നറിയോ? ഒറ്റപ്പെടുത്താൻ പിടിച്ചിട്ടുണ്ടെങ്കിലേ എടാ നിനക്കിന്ന് പരീക്ഷല്ലേ? എന്നിട്ട് ഈ പാസത്തിന്റെ പാട്ടും പാടി ഇറക്കുക. ചർച്ച മണ്ണ് പറ്റിട്ട് ഇറക്കവൻ. പോയി കുളിക്കടാ. പോയി കുളിക്കടാ. ഇപ്പൊ മുട്ട ഇറക്കൊന്നും വേണ്ട. കഴിച്ച് നോക്കിയാ ചോറ് കിട്ടിയില്ല. അതുപോലത്തെ സാമ്പാർ എല്ലാളും പേരി. പോയി കുളിക്കടാ. ചെക്കൻ കുളിക്കാണ്ട് ഇറക്കുക. ക്ലാസ്സിൽ പോണ്ട നമുക്ക്. വെണ്ടക്കുപ്പേരി ഉണ്ടാ നല്ല രസമുണ്ട്. പോടാ കുളിക്കാൻ. കുളിക്കാണ്ട് നടക്കണ്. സ്കൂളിൽ കൊണ്ടുവന്ന പരീക്ഷ അവനെ കൊള്ളാം. അപ്പൊ കഴിച്ച് നോക്കി ഞാൻ തോബ പാട്ട് കളിക്കാനായിട്ട് പോകണ്ട. സ്റ്റെപ്പ് ഞാൻ കളിച്ചു നോക്കിയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാന്ന് കാണിച്ചു തരാം.
എനിക്കറിയുന്ന സ്റ്റെപ്പാണ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് വെച്ചു, പിന്നെ ഇത് വെച്ചു, പിന്നെ ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചു, ഇങ്ങനെ. അപ്പൊ നോക്കട്ടാ. കറക്റ്റല്ലേ? വ്യത്യാസണ്ടാ? അടിപൊളിയല്ലേ? കല എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് പറയണം കേട്ടോ. തനുബ്ര പോവാണ്. അപ്പൊ ഞാനിവിടുന്ന് പോവാണ്. തനുന്നത് ഗാഡി ചൽ രഹാ ഹെ. ഇവിടെ വന്നിട്ട് നോക്കി ലൂക്കാച്ചൻ. ഞാൻ കൊണ്ടാ, ഞാൻ എൻ്റെ വണ്ടി അവിടെ. നീ പൊക്കോ. ഒരു താറ്റ 90 രൂപ. ഇങ്ങനെ തന്നെ വരണേ. അവിടെ നിന്ന് താറ്റ 90 നമുക്ക്. അവിടേക്ക് ഒരു വഞ്ചി സെറ്റ് ആക്കണം കേട്ടോ നമുക്ക്. അവിടെ ഞാനും പോവാണ്. പോവാന്ന് പറഞ്ഞേ പോട്ടെന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്ക്. ആ എന്താ നോക്കി നേരെ നീ എന്നല്ലേ അത്? ലൂക്കാച്ചനല്ലേ? അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാണ്ടാ. ഗൈസ്, അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാണ്. അതിൻ്റെ ഇടയിൽ പുഴയൊക്കെ ഉണ്ട്. പുഴയൊക്കെ കടന്നിട്ടാണ് പോകുന്നത്. നമ്മൾ കര പിടിച്ച് പോവാണ്. അപ്പൊ ഗൈസ് നേരെ വീട്ടിലേക്ക് എത്തിയിട്ടാ. വീട്ടില് അമ്മ എല്ലാവരും കിടക്കില്ല. അമ്മ എടുക്കട്ടെ. ഞാൻ നമ്മളെ റൂമിലേക്ക് പോയിട്ട് കിടക്കുന്ന 2 മിനിറ്റ് ആണ് പരിപാടി. ഓക്കെ, നമ്മളെ ബാഗും സാധനങ്ങളൊക്കെ ഇറക്കി വയ്ക്കാം. പക്ഷെ ഒരു 7 മണിക്കാണ് പോയത്. 8 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ്. ആ 7 മണിക്ക് ഇവിടെ നിന്ന് പോയിട്ട് തൃശ്ശൂർക്ക് എത്തി. നേരെ ഇവിടുന്ന് ഒരു 10-22 കിലോമീറ്ററോളം ഉണ്ട് തൃശ്ശൂർക്ക്. കാലത്തെ ആദ്യം തിരക്കിണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു 9:15 അപ്പോൾ ഇനി 2 മിനിറ്റ് എടുക്കണം. അമ്മേ, ഇനി കുറച്ച് നേരം കിടക്കണം ഗൈസ്. വയ്യ. 2 മിനിറ്റ് കിടന്നിട്ട് എനിക്കാം.